അമ്മ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടി ശ്വേതാ മേനോനെ കുടുക്കാനുള്ള നീക്കത്തിന് ഹൈക്കോടതി തടയിട്ടിരിക്കുന്നു. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന വിചിത്ര പരാതിയിൽ എടുത്ത കേസിലെ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. ശ്വേതയുടെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. CJM കോടതി നടപടിയെ വിമർശിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നടന്മാരായ ടോവിനോ തോമസും രഞ്ജിനിയും അടക്കം ശ്വേതയെ പിന്തുണച്ച് എത്തി. എന്നാൽ സൂപ്പർ താരങ്ങളാരും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. RDX റാപ്പിലേക്ക്. ശ്വേതാ മേനോനെതിരെ ഉയർത്തിയ അശ്ലീല പരാതിയിലെടുത്ത കേസിലെ തുടർ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം ശ്വേതാ മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ ഇടപെടൽ. കേസെടുക്കാൻ ഉത്തരവിടുന്നതിന് മുൻപായി സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ CJMനോട് സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടു. പോലീസിനോടും വിശദാംശങ്ങൾ തേടി. CJM കോടതിയുടെ നടപടിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് ജസ്റ്റിസ് VG അരുൺ പരാമർശിച്ചു. പരാതിയിൽ പറയുന്നതെല്ലാം തെറ്റാണെന്നും അമ്മ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ നീക്കം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ശ്വേത ഹൈക്കോടതിയെ സമീപിച്ചത്. 3 പതിറ്റാണ്ട് മുൻപിറങ്ങിയ പരസ്യചിത്രത്തിൽ നഗ്നതയുണ്ട് എന്നതടക്കം ആരോപിച്ച് മാർട്ടിൻ മേനാച്ചേരി എന്നയാളാണ് വിചിത്ര പരാതിയുമായി എത്തിയത്. കേസെടുത്തതിന് പിന്നാലെ ടൊവിനോ തോമസ് അടക്കം ഏതാനും സഹപ്രവർത്തകർ ശ്വേതയെ പിന്തുണച്ച് രംഗത്തെത്തി. എനിക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര അനാവശ്യകാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റ് മുൻനിര താരങ്ങൾ ആരും ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്താ ഇതിൽ ഹർഷന്റെ ടേക്ക്? അല്ല, ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സംശയം എനിക്കുണ്ടായത്. നമ്മൾ ഇന്നലെ ശക്തമായി ഈ CJM കോടതിയെയൊക്കെ വിമർശിച്ചെങ്കിലും സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ നമുക്കത് തന്നെയാണ് തോന്നുക. ഇന്നിപ്പോൾ CJM കോടതിയുടെ ആ ഇത് നിലപാട് തള്ളിയിട്ടുമുണ്ട്. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. എങ്കിൽ പോലും ഞാൻ പിന്നീട് മനസ്സിലാക്കി ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൈൽഡ് പോൺ അടക്കം ഉണ്ട് എന്ന് ആര് പറഞ്ഞാലും, ഇപ്പോൾ ഇയാൾ ഇതൊക്കെ വിവരദോഷം പറയുന്നതായിരിക്കാം, പക്ഷേ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അടുത്തൊരു ആക്ഷൻ എന്തായിരിക്കണം വേണ്ടത് എന്നത് സംബന്ധിച്ച് ആ നിയമപരമായ ഒരു സാധ്യത തന്നെ കോടതി ഒന്ന് തേടാൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് എന്തായാലും ഇതിപ്പോൾ പക്ഷേ സിനിമാ രംഗത്ത് നിന്ന് വരുന്നവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് ഇത് ആസൂത്രിതവും കരുതിക്കൂട്ടിയുള്ളതുമാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് കുറേയേറെ പേർ. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യം പ്രതികരിച്ചത് സാബുമോനാണ്. മറ്റാരും താരങ്ങളൊന്നും പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ആരും ഇന്നലെ ഒരു ദിവസം സിനിമാ മേഖലയിൽ നിന്ന് പിന്തുണയൊന്നും ശ്വേതയ്ക്ക് കിട്ടിയില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. അതിന് ശേഷമാണ് പിന്നെ ഒരു ധൈര്യം വന്ന ആളുകൾ പ്രതികരിച്ചോളൂ. പക്ഷേ കോടതി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഭയപ്പാട് കൊണ്ടായിരിക്കാം. എന്തായാലും ഇത് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ ഇതിലൊരു അന്വേഷണം കൂടി വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൊരു അന്വേഷണം വേണം ഈ കാര്യത്തിൽ. അത് മാത്രമല്ല, ഇയാൾ എന്തുദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള ഈ വ്യാജമായ ഒരു ആരോപണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അയാൾക്ക് എന്തെങ്കിലും പിഴയോ ശിക്ഷയോ കോടതി ഏർപ്പെടുത്തേണ്ടത്. ഈ ചൈൽഡ് പോൺ എന്നത് ഇങ്ങനെ തമാശക്കോ അല്ലെങ്കിൽ ആളുകൾ റിവെഞ്ച് ചെയ്യാനോ വേണ്ടിയിട്ട് വെക്കേണ്ടതൊരു കേസല്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇത് അന്വേഷിച്ചിട്ട് ഇയാൾക്കെതിരെ സംഗതികളില്ലെങ്കിൽ ഇയാൾക്കെതിരെ ഈ ചൈൽഡ് പോൺ എന്ന സംഗതിയൊക്കെ ഈ റിവെഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തതെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയേണ്ടത്. മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കുകയാണ് താരസംഘടനയിലെ തെരഞ്ഞെടുപ്പ് പോര്. സ്ത്രീയാണെന്നതിൻ്റെ പേരിൽ ശ്വേതാ മേനോനെ അപമാനിക്കാനും അധിക്ഷേപിക്കാനുമാണ് ശ്രമം നടക്കുന്നത് എന്ന് നിശ്ചയമായും സംശയിക്കണം. അവർക്കെതിരെ ഉയർന്ന അശ്ലീല പരാതിയിലെ തരംതാണ ആരോപണങ്ങൾക്ക് കോടതി തന്നെ തടയിട്ട് കഴിഞ്ഞു. പരാതിയിൽ കഴമ്പില്ല എന്ന് പകൽ പോലെ തെളിഞ്ഞിട്ടും ടോവിനോ തോമസ് ഒഴികെയുള്ള മുൻനിരക്കാരൊന്നും ശ്വേതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്നതും നമ്മൾ കാണണം. നാട്ടിലെ പൊതുപ്രശ്നങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ പ്രതികരിക്കുന്ന പ്രധാന താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരും ഏത് ഭാഗത്താണെന്നറിയാൻ RDXനും ആകാംക്ഷയുണ്ട്. വരും ദിവസങ്ങളിൽ അതറിയുമോ എന്ന് നോക്കാം, കാത്തിരിക്കാം.